പോവാത്തെ കിട്ടിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ മടി കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ട്രാവൽ വ്ലോഗാണ്. വലിയ ട്രാവലൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോട് വരെ പോവാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെ കുറച്ച് അല്ലറ ചില്ലറ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത്. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റായിരുന്നു. അത് ടൂ വീലറിലും കൂടെ പോകുന്നതുകൊണ്ട് ഞാൻ കിടുകിടുക്കിടാന്ന് വിറച്ചോണ്ട് പുറകിലിരുന്നത്. അത്ര നല്ല കാറ്റായിരുന്നേ. എനിക്കാണെങ്കിൽ പൊട്ടും തണുപ്പ് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സാറ്റർഡേ ആയതുകൊണ്ട് വലിയൊരു റഷ് ഉണ്ടാവേണ്ടെന്ന് കരുതി, സീറ്റ് കിട്ടണ്ടെന്ന് കരുതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബസ് 6:45 പക്ഷെ അത് എടുത്തപ്പോൾ ഒരു 7 o'clock ഒക്കെ ആയിരുന്നേ. അപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് പോയി. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ കയറിയ പാടെ ഞാൻ സൈഡായി പോയിട്ടോ. പിന്നെ എത്തി ബസ് ടെർമിനലിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ വെജിറ്റേറിയൻ ഹോട്ടലാണ്, പുതിയതായിട്ട് വന്നാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഒരു സാറ്റ്വ അങ്ങനെ എന്താണ് എൻ്റെ പേരെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദോശയൊക്കെ ഇച്ചിരി ഉള്ളേ, ചെറിയ ദോശയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ ആഗമന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടിലെ റീഗൽ ജ്വല്ലറിയിലേക്ക് പോകണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനം നമുക്ക് എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒരുപാട് മാലയൊക്കെ വച്ച് നോക്കി. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട പറഞ്ഞ് ഞാൻ അങ്ങ് എടുത്തു. നമ്മൾ രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ കയറിയതാണേ. നമ്മൾ തിരിച്ചിറങ്ങുന്നത് 1 മണിയായിട്ടോ. അതിനിടയ്ക്ക് അമ്മുവും വന്നിട്ടുണ്ടായിരുന്നു. അമ്മു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ അമ്മുവും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-3.5 മണിക്കൂറിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു. എൻ്റെ കല്യാണത്തിന് പോലും ഇത്രയും സമയം എടുത്തിട്ടില്ല കേട്ടോ, ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീൽസ് കഴിക്കാൻ വിചാരിച്ചിട്ട് കോഴിക്കോടത്തെ നമ്മൾ സീ ഫുഡ് കഴിക്കണമല്ലോ, അങ്ങനെ ഞങ്ങൾ അംബിക മെസ്സിലേക്കാണ് പോയത്. ഞാൻ ശരിക്കും എന്താ പറയുക, റീൽസിലൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു കേട്ടോ, കാരണം അത്രയ്ക്കും തിരക്കായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിച്ചു. നല്ല ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി നല്ലൊരു ഊണങ്ങ് കഴിച്ചേ. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നാട്ടിലൊക്കെ വന്നാൽ ലുലു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട് ലുലുവിൽ പോയി. പക്ഷേ സംഭവം വലിയതായിട്ടൊന്നും ഇല്ല, അതിനകത്ത് വലിയ ഷോപ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു ലുലു, എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ കേട്ടോ.
അങ്ങനെ ലുലുവിലൊക്കെ പോയിട്ട് അവിടുന്ന് കുറേ ഇങ്ങനെ കറങ്ങി നടന്നു. എനിക്ക് മസ്കറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാനൊരു കൃഷ്ണൻ്റെ വിഗ്രഹം മേടിക്കാൻ വേണ്ടി നമ്മുടെ തളി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് ഭയങ്കര പീസായിട്ടൊരു സ്ഥലം കേട്ടോ. എന്ത് രസമാണ് അവിടെ നിൽക്കാന്നറിയോ. ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങനെ നിന്നേ. നല്ലൊരു വൈബായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ദിയ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടോ. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുവച്ച ഷോപ്സ് ആയിരുന്നേ. അങ്ങനെ അവിടെ പോയി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ച് ബുക്സ് വാങ്ങണമായിരുന്നു. അങ്ങനെ ബുക്സും വാങ്ങിച്ച് വൈകുന്നേരത്തെ 5 മണിയുടെ ബസ്സിൽ തിരിച്ച് ബത്തേരിക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.